പറ്റുന്ന തരത്തിൽ എൻ്റെ നേതാക്കളോട് ഞാൻ സിസ്റ്റത്തിൽ കയറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് സെൻസർ ബോർഡിൽ കയറി ഇതിനെതിരെ ഒരു നടപടി ഉണ്ടാക്കുന്നതിന് എൻ്റെ പവർ ഞാൻ കാണിച്ചിട്ടില്ല. പക്ഷെ ഞാൻ എന്താണ് ഇതിനകത്ത് ഇപ്പം നിങ്ങൾ തന്നെ ചോദിച്ചില്ലേ, ഈ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് സൂചിപ്പിക്കും, അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അറിയിച്ചത് ആരെയൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യം. പിന്നെ ഇവിടെ പല ചോദ്യങ്ങളും ചോദിച്ചു. അതിൽ ഞാൻ പ്രധാനമായിട്ടും ഓർക്കുന്നത് അങ്ങനെ ഒരു നീക്കം വന്നതിൻ്റെ എന്തെങ്കിലും കേടുപാട് സിനിമയ്ക്ക് സംഭവിച്ചു എന്നുള്ളത്. അത് പ്രവീൺ വളരെ ടാക്ട്ഫുൾ ആയിട്ടാണ് ഉത്തരം നൽകിയത്. അത് നിങ്ങളിപ്പോൾ സിനിമ കണ്ടാലേ മനസ്സിലാവും എന്നുള്ളതാണ്. ഇതിന് ആദ്യം നിർദ്ദേശിച്ചിരുന്നത് 90 ഇടങ്ങളിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഏതാണ്ട് 96 ഇടങ്ങളിൽ റീഡപ്പ് ചെയ്യണം അല്ലെങ്കിൽ മുറിച്ച് കളയണം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ റീഡപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല. 2 സ്ഥലത്ത് മ്യൂട്ട് ചെയ്തു. 2-3 സ്ഥലങ്ങളിൽ ലിപ്പില്ലാതെ ഓവർലാപ്പ് ചെയ്ത് വരുന്ന വോയിസിൽ ആ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് അത് ഞാനും പറയുന്നുണ്ട്, ജാനകി, മിസ് ജാനകി വിദ്യാധരൻ. അത് പിന്നെ ചേർത്തതല്ല. അതിൽ TV ന്യൂസ് നോക്കിയാൽ കാണാം, വിദ്യാധരൻ പിള്ളയാണ് ആ സ്റ്റാമ്പീഡിൽ മരിച്ചത് എന്ന് പറയുന്നുണ്ട്. അത് പിന്നെ ചേർത്തതല്ല. അത് 2018 അവർ എഴുതി വെച്ച സ്ക്രിപ്റ്റിനകത്തും വിദ്യാധരൻ പിള്ള തന്നെയാണ് ജാനകിയുടെ അച്ഛൻ. അതുകൊണ്ട് അത് വ്യക്തമാക്കണം എന്ന് പറയുന്ന ഒരു കോംപ്രമൈസ് ലൈൻ. പിന്നെ ഇതിനകത്ത് ഒരു സെൻട്രൽ മിനിസ്റ്റർക്ക് ഇതിനകത്ത് എന്താണ് പവർ ഉപയോഗിക്കാൻ പറ്റാത്തതെന്ന് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ എന്നെ അഴിമതിയിലേക്കാണ് തള്ളിവിടുന്നതെന്ന് എനിക്ക് വാചകം പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വരും. നിങ്ങളിതിൻ്റെ ഒരു ചില പ്രീസിഡൻസ് ഉണ്ട്, അത് ഓർക്കണം. വിവേക് അഗ്നിഹോത്രി മലയാളത്തിലെ തന്നെ ചെറിയ പടമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിൻ്റെ ക്രിയേറ്റർ എല്ലാ അച്ഛനമ്മമാർക്കും അവരുടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നതെല്ലാം വലിയ മക്കൾ തന്നെ, നല്ല മക്കൾ തന്നെ എന്ന് പറഞ്ഞ പോലെ ആ ക്രിയേറ്റർക്ക് അതൊരു വലിയ സ്വപ്നമാണ് ആ സിനിമ എന്ന് പറയുന്നത്. ഇതിനൊക്കെ ഒരു പക്ഷേ ഈ ഒരു സംഭവിച്ചു കൂടാത്തത്, അല്ലെങ്കിൽ അതിന് പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ചില റെസ്ട്രിക്ഷൻസ് വന്നു ഇത് മാറ്റി ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് ആരും ഉണ്ടായില്ല അവരെയൊന്നും പിന്തുണയ്ക്കാൻ. അപ്പൊ അവർക്ക് കിട്ടാത്ത ഒരു പരിഗണന മന്ത്രിക്ക് കൊമ്പുണ്ടാവണമെന്ന് നിങ്ങൾ പറയാം.